ഇത് പഞ്ചപുരം ഗ്രാമം. നിങ്ങൾ വിചാരിക്കും പഞ്ചപാണ്ഡവന്മാരുമായി ബന്ധമുള്ള ഏതോ കഥയാണെന്ന്. ശരിക്കും അങ്ങനെയല്ല കേട്ടോ. പഞ്ചപുരമാണ് പഞ്ചപുരമായി മാറിയത്. ഈ നാട്ടിലെ ഏറ്റവും വലിയ ആഘോഷവും ആവേശവുമാണ് പഞ്ചഗുസ്തി. ഈ വരുന്നതാണ് പാപ്പനും കൂട്ടാളികളും. ഈ നാട്ടിൽ പഞ്ചപിടുത്തക്കാരുടെ ആവേശമാണ് പാപ്പൻ. പഞ്ചഗുസ്തിയിൽ പാപ്പനെ ജയിക്കാൻ ഇനി ആരെങ്കിലും ജനിക്കണം. പക്ഷേ ഈ പാപ്പന് പിടികൊടുക്കാത്ത ഒരേ ഒരു വിദ്വാനെ ഈ നാട്ടിലുള്ളൂ. അതാണ് നമ്മുടെ കഥയിലെ നായകൻ ബാബുക്കുട്ടൻ. ബാബുക്കുട്ടന് ഈ പഞ്ചഗുസ്തിയിലൊന്നും ഒരു താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ബാബുക്കുട്ടനെ ഈ നാട്ടിൽ ഒരു കുഞ്ഞിന് പോലും വിലയില്ല. എടാ ബാബുക്കുട്ടാ, വരണോടാ. എവിടെയാണ്? ഗുസ്തിയാണ്. ഓ പിന്നെ ഗുസ്തി. വാടാ പോടാ, നീ ഒന്ന് കയറി കൊടുക്കും. ഇങ്ങനെ ഒരു പണിയില്ല. ഓ വലിയ പണിയുള്ള ഒരാള്. പോടാ, പോയി വല്ല ആറ്റിലും എല്ലാം ചാടാ. പോടാ കരിമന്തി. അയ്യോ, ആകെയുള്ളൊരു സുഹൃത്ത് അപ്പുണ്ണിയാണ്. അവന് പോലും ഇവനൊരു വിലയില്ല. എങ്ങോട്ട് പോവാണ്? കേരളീയ വേണ്ട, ഞാൻ കൊണ്ടുവിടാടാ. എന്റെ പൊന്നളിയാ. വാ, നീ പൊണ്ണി. എടാ പോടാ, നീ എന്നെ കൊണ്ടേ പോളാ. പോടാ, മാനക്കെടുത്തല്ലേ പുള്ളിയ. കേറ് പൊന്നളിയ, വാടാ. പാപ്പന് പിടികൊടുക്കാത്ത ബാബുക്കുട്ടനെ തരം കിട്ടുമ്പോഴൊക്കെ പാപ്പനൊന്ന് ചൊടിപ്പിക്കാറുമുണ്ട്. കാലമാടാ, നിന്നെ എടുത്താളാടാ. ധൈര്യം ഓടി തോപ്പിക്കണം തടിയാ. അത് ശരി. മാച്ച മലയാളിയെ തന്നെ നന്നായിട്ടുണ്ട്. കൊള്ളാല്ലേ മാച്ചേ? ജോസേ, ഞാനപ്പോ അങ്ങോട്ടാ. അപ്പൊ മാഷ അങ്ങോട്ട് പോകും, ഞാൻ എങ്ങോട്ട് പോകും? കാണാം. ശരി മാഷ. ഇതൊക്കെ മാഷേ, ആ എവിടെയായിരുന്നു? വാ, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. നമുക്ക് വേറെന്താ പണി? എന്തൊരു മനോഹരത അല്ലേ മാഷേ ഇവിടെ. നീ ഇത് നോക്കിയിരുന്നോ? നിനക്ക് ഗുസ്തി ഒന്നും വേണം പോക്കട്ടാ. എനിക്ക് പറഞ്ഞിട്ടുള്ള പണിയല്ല മാഷേ അത്. ആന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഈ നാട്ടിൽ നിനക്ക് എന്തെങ്കിലും വിലയിട്ടണോ? നീ ഇതിലൊക്കെ പങ്കെടുത്തേ പറ്റൂ. ഒരു പ്രാവശ്യം നിനക്ക് ചെയ്യാൻ പറ്റില്ലേ? കൂടുതലുണ്ടല്ലോ. എവിടെ പോയി സ്വന്തം സഹചാരി? ഇന്നലെ ഈ പറഞ്ഞ ഗുസ്തി മത്സരത്തിൽ പങ്കെടുത്താണ്. എണ്ണയും ഇതൊക്കെ ആയിട്ട് ഒഴിച്ചിട്ടാണ് നടക്കുന്നത്. എടാ, അവൻ നിന്റെ പകുതിയല്ലേ ഉള്ളൂ. എന്നിട്ട് അവൻ വരെ ഉണ്ടായിരുന്നു. എന്നിട്ട് നിനക്ക് ചെയ്യാൻ വയ്യല്ലേ? നീ ഇങ്ങനെ നടന്നോ? മാഷേ, എടാ ഈ എണ്ണത്തോണി കിടന്നപ്പോഴേ വൈദ്യന്റെ ഒരു പണി കൊടുത്താലോ? ഈ കിട്ടിയ മണിയല്ലേ ഇവിടെ കൊണ്ട് പറയുന്നത് വിചാരിച്ചിരിക്കുമ്പോഴാ ഇനി ഇതൊക്കെ ഒരു പണിയാണ്. എഴുന്നേറ്റ് ഓടിക്കോടാ ബാബുക്കുട്ടാ. എനിക്ക് ചുണയുണ്ടല്ലേ? നീ അവിടെ വാ, അവിടെ വന്ന് കാണിക്ക. ഈ സംഭവം ബാബുക്കുട്ടൻ്റെ അഭിമാനത്തിന് വല്ലാത്ത ക്ഷതമുണ്ടാക്കി. കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി ഈണം
ആ വഴിക്ക് ഓടിയോ? അടിച്ച് തോട്ടിലങ്ങനെ ഇട്ടോ? ആ ഇവിടെ ഇരിക്കുക. ബാബു കേട്ടാ കൊച്ചു കള്ള. ഇതെന്ത് ഇരിപ്പാടാ ബാബുക്കുട്ട? ഇവിടെ ഇത് ആദ്യത്തെ സംഭവമൊന്നും അല്ലല്ലോ ഇത്ര വിഷമിക്കാൻ. എന്നെയൊക്കെ എത്ര തവണ ഓടി തള്ളിയിട്ടിരിക്കുന്നു. എടാ ബാബുക്കുട്ട, എന്ത് ഇരിപ്പാടാ അത്? എടാ നീ എന്നെ കണ്ടു പഠിക്കടാ. ഇതൊക്കെ ഒരു രസമല്ലടാ ബാബുക്കുട്ട. എനിക്കിത് കാണാനൊന്നും വയ്യ. ഞാനപ്പോഴത്തെ കുടികളർ കാണും. ബാബു കേട്ടാ, ഈ ലോകത്ത് പ്രശ്നങ്ങളില്ലാത്തവരായിട്ട് ആരും തന്നെയില്ല. അതിനെ നമ്മൾ എങ്ങനെ അതിജീവിക്കും എന്നതുപോലെ ഇരിക്കും നമ്മുടെ വിജയവും പരാജയവും. പരിശ്രമിക്കുക എന്നതാണ് നമ്മുടെ കർത്തവ്യം. കണ്ടില്ലേ, ഇത് ദൃഢനിശ്ചയമാണ്. ബാബുക്കുട്ടനെ ഏതാണ്ട് തീരുമാനിച്ച മട്ട. അല്ലേ വേണ്ട. തോറ്റാലും ജയിച്ചാലും ഒരു കൈ നോക്കിയേക്കാം. ഒടുവിൽ പഞ്ചപുരം ഗ്രാമം ഏറെ കാത്തിരുന്ന ആ ദിനം വന്നെത്തി. ഇത് വേണം പോയാലോ? എനിക്ക് നഷ്ടപ്പെടാമെന്നില്ലളിയാ. ഒരുപാട് തോൽവിയുടെ കൂട്ടത്തിൽ തോറ്റ ഇതൊന്നുകൂടെ, മറിച്ച് ജയിച്ചാലോ? നീ അവൻ്റെ മസിൽ കണ്ടോ? ഞാൻ ജയിക്കൂടാ, ജയിക്കും. നീ വാ. ഏതായാലും ഒരു ആംബുലൻസ് വിളിച്ചിട്ടേക്കും. ബാബുക്കുട്ടാ മുട്ട നീക്കുമ്പോഴാ അവന്റെ ഇന്നാശ ഒരു കലക്ക് കലക്കും. എന്നാ പിടിപ്പിച്ചോ. പാപ്പനെ ചതച്ചതാര്? കാക്കയോ അതോ കൂട്ടാളികളോ? അതെന്തെങ്കിലും ആട്ടെ, ഇത് ചരിത്രമാണ്. പഞ്ചപുര ഗ്രാമത്തിന് ഇന്നും അവിശ്വസനീയമായ ചരിത്രം. മാനം പോയ പാപ്പൻ പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടി യാത്രയായി. ബാബുക്കുട്ടൻ ഇപ്പോൾ പഞ്ചപുരത്തെ താരമാണ്. വെറും താരമല്ല കേട്ടോ, ഒരൊന്നൊന്നര താരമാണ്.
എടാ ബാബുക്കുട്ടാ നിർത്തടാ, ഞാനുണ്ട്. പോടാ. എടാ, എടാ, ഇല്ല, ഞാനുണ്ട്, കേറല്ലേ, ഞാനുണ്ടെടാ. കേറല്ലേ, കേറല്ലേ. എടാ ബാബുക്കുട്ടാ, നിനക്കിപ്പോൾ പഞ്ച് പിടിക്കാൻ മുട്ടുന്നുള്ളടാ. ശരിക്കും മുട്ടുന്നുണ്ടോടാ. ആ, എനിക്കത് മനസ്സിലായടാ.